ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോക്കനട്ട് ഫേഷ്യൽ ക്രീം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫേസൊക്കെ നോക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഷൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ക്രീം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഡ്രൈനെസ് മാറാനും നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും സ്കിൻ ബ്രൈറ്റ് ആയിട്ടിരിക്കാനും നല്ലതാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ റോ മിൽക്ക് ആഡ് ചെയ്യാം. റോ മിൽക്ക് നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സ്കിൻ നല്ല യങ് ആയിട്ടിരിക്കാനും ഡാർക്ക് സ്പോട്ട് മാറാനും അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ മാറാനായിട്ടും നല്ലതാണ്. ഇനി 1 ടീസ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെൽ തന്നെ ആഡ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ക്രീമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെൽ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ ക്രീം നന്നായിട്ട് വരില്ല. അതുകൊണ്ടാണ് അലോവേര ജെൽ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് കൊണ്ട് സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ സ്കിൻ നല്ല യങ് ആയിട്ടിരിക്കാനും നല്ലതാണ്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഗ്ലിസറിൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും മെലാസ്മ മാറാനും നല്ലതാണ്. ഇതിലോട്ട് 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്യാം. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. ഒലിവ് ഓയിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല യങ് ആയിട്ടിരിക്കാനും ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനും നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്യാം. ഫേസിൽ മാത്രമല്ല കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിലൂടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മസാജ് ചെയ്യാം. അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക. നിങ്ങൾക്ക് സമയം എപ്പോഴാണോ ഉള്ളത് ആ സമയത്ത് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡേ ടൈമിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകിക്കളഞ്ഞാലും മതി. എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ മേലോട്ട് മസാജ് ചെയ്യുക. പിന്നെ ഇങ്ങനെ മസാജ് ചെയ്യുന്നുണ്ട് ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നല്ലതാണ്. ഐബ്രോയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും പിന്നെ ഐബ്രോ നല്ല ഷേപ്പായിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ കണ്ണിനടിയിലൊക്കെ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നതുകൊണ്ട് കണ്ണിനടിയിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ്. ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി സമയമില്ല എന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 2-3 ഡേയ്സ് എങ്കിലും മസാജൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ റിങ്കിൾസൊക്കെ മാറി നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഷൈൻ ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ 5 മിനിറ്റ്സ് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ നോക്ക് നല്ല ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ വിട്ടിട്ട് ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ക്രീം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. കാരണം എല്ലാവർക്കും സമയം ഉണ്ടാവില്ലല്ലോ. ചിലവർ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, പിന്നെ ചിലവർക്ക് മടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടുതലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി. ഒരു 1 വീക്കൊക്കെ ഇത് കേടാകാതിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ മെസ്സേജൊക്കെ ചെയ്യണം, കമൻറ്റ് ചെയ്യുക. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ ഇത് യൂസായി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെറിയൊരു ഫാമിലിയിൽ അംഗമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.